ഹലോ. അപ്പം ഞാൻ രാത്രിയിൽ പുറത്ത് നടക്കാൻ പോയപ്പം നമുക്കൊരു ചെടി കിട്ടി. നമുക്കത് കൊണ്ടുപോയി നടാം കേട്ടോ. ഇതൊന്നും ആരോ വീട്ടിൽ നിന്ന് വെട്ടിക്കരിക്കുന്നതെന്ന് വളരുമെന്ന് പറഞ്ഞത്. ഇതിനകത്തൊരു ചെറിയൊരു വേര് പോലെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. ചെടി ഇച്ചിരി നാശമായിരിക്കുകയാണ്. ഒരു ചെറിയൊരു വേരാണത്. ഇത് വേര് തന്നെയല്ലേ അല്ലേ ലാസ്റ്റത്തെ? അപ്പോൾ നമുക്കത് നട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇച്ചിരി നനയ്ക്കാം കേട്ടോ. നനച്ചിട്ട് ഇവിടെ ഞാൻ ഇത്തിരി എൻ്റെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമുക്ക് നട്ട് നോക്കാം. എൻ്റെ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് എടുത്ത ചെടിയാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ അതേ രീതിയിലാണ് ഈ ചെടി ഉള്ളത്. അത് ഞാൻ കുറച്ച്, എനിക്ക് അമ്മ ഇത്തിരി ചീരയുടെ വിത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നടാം. ഇതിനകത്ത് ഞാൻ എന്തോ തുളസി കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിടിച്ചില്ല. നമുക്കിതിനകത്ത് നടാം. മിക്കവാറും ഉണ്ടാകും കേട്ടോ. എനിക്കൊന്ന് മേലത്തെ വീട്ടിൽ നിന്ന് ആരോ ചെടി എന്തോ മുറിച്ചപ്പോഴും അല്ലെങ്കിൽ പിള്ളേരാരെല്ലാം പറിച്ചിട്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്കിത് നടാം കേട്ടോ. ഇത് 2 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണ്ട, കാരണം ഓൾറെഡി ഇതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇതിനകത്ത് എന്തോ ഒന്ന് മുളച്ച് വരുന്നുണ്ട്, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നമുക്കിത് ഉണ്ടാകുമ്പോൾ മനസ്സിലാവും. വാട്ടർമെല്ലനാണെങ്കിൽ നല്ല രസമായിരിക്കും. വാട്ടർമെല്ലൻ ഞാൻ എന്ത് തിന്നാലും ശരി, അതിൻ്റെ ഈ വിത്തൊക്കെ ഉണ്ട്, അത് എടുത്തിട്ട് ഇങ്ങനെ ഇടും ചെടികളിൽ. ഏതെങ്കിലും മുളച്ചാൽ നടാമല്ലോ. ഇനി ഇതിൽ നാട്ടിൽ കൊണ്ടുവന്ന ചെടി നട്ട് വരുന്നു. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകും കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. കഞ്ഞിവെള്ളം ഒഴിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ സനുവേട്ടൻ്റെ ഒരു ഫംഗ്ഷന് എയർപോർട്ടിൽ നിന്നല്ലേ ബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ആ ബൊക്കെ നാശമായപ്പം, അതായത് അതിനകത്തുള്ള പൂക്കളെല്ലാം ഉണങ്ങിയപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടതാണ്. ഇത് ലാവൻഡറുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതില്ലേ ചീര ഒന്ന് വെച്ചിട്ട് വലുതായിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ പോയിട്ട് വലിയ ഒരു ചട്ടി വാങ്ങിച്ചിട്ട് നമുക്ക് ചീര അതിനകത്ത് നടണം, പറിച്ചിട്ട് നടണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ മുല്ലച്ചെടി. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെന്താ ഈ മുളച്ച് വരുന്നതെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുളയ്ക്കുന്നുണ്ട്, എന്താ നോക്കിയിട്ട് എടുത്ത് പറിച്ച് കളയാമെന്ന് കരുതിയിട്ടാണ്.